வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அம்மா பாரதி ஜெயம் பண்ணியிருக்காங்க. வணக்கம். வணக்கம். இன்னைக்கு நம்ம என்ன பார்க்க போறோம் அப்படின்னா, கிங் லயர் அப்படின்னு சொல்லிட்டு நம்ம திலீப் ஏட்டனோட படம் தான். இதெல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போலாம். ഓക്കെ. അച്ഛന്റെ പണി പാപ്പനും കൂടായി. എന്റെ ജീവിതം പൊതുവാള് നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവത്തിയതാണ്. ഓ നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെ അഞ്ചരി ചേച്ചിയുടെ നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വലിയ പഴം തിരികെ വെച്ചേക്കാം. കേട്ടാ പോത്തെ നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പറഞ്ഞോട്ടല്ലോ പുതുവെള്ളം ഞാൻ തട്ടും, എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണെ ഞാൻ കെട്ടും. എന്നിട്ട് അവളെ ഞാൻ കൊല്ലും. ഞാൻ സ്നേഹിച്ച് അവളെ കൊല്ലുമാ? ഓ എന്താ ഇങ്ങനെ നോക്കുന്നത്? കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. പോച്ചവിங்க அப்பா போல. എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, വൈഫ് അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്ര സമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യമുണ്ട്. അച്ഛൻ പീസ് വെയിറ്റ്. അതാ ആ അവിടെ ദേ ഇവിടെ ഉണ്ട്. ദുവാ. എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു അത് വിനാഗിരിയാ. ടെൻഷനില്ല. സോറി. നരൻ, അയ്യോ, എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. നരൻ പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ് പ്ലീസ്. ബിലീവ് മീ വാഷ്റൂം വരെ പോയിട്ട് വരാം. പ്ലീസ്. என்ன கேக்குறாரு? கேமரா வைக்கிற மாதிரி பாக்குறாரா? லென்ஸ் எதையோ போட போறாரு. ஓ, ஒரு கண்ணாடிலாம் தெரியாது. கண்ணு தெரியாம இருக்கு. ദൈവം കൂടെ. நல்ல ஐடியா கொடுத்தாருல. ദൈവം കൂടെ ഉണ്ട്. കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണ് ട്രോളിംഗ് നടക്കുന്നത്. എന്റെ കണ്ണട അവിടെ. റൈറ്റ്. കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ അയ്യോ ചത്തുപോയി. ചത്തുപോയി. എന്റെ കണ്ണട അവിടെ വെച്ചോളൂ. എന്താ ഇത്? இப்ப எப்படி பாப்பீங்க? അവളെ വണ്ടി അറിവില്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? എന്താ പറ്റി? അച്ഛനടുത്ത ട്രോളി തള്ളി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തള്ളി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ ഇരിപ്പുണ്ട്. പോയിട്ട് വാ. സ്പെയർ ഗ്ലാസ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും. സാറിന് പഴയ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. குரல எங்க கட்ட போறீங்க? വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് യേശുദാസ്. കൊണ്ടേ പോവുള്ളൂ. எல்லா சேட்டையில എല്ലാ ചട്ടയും പண்றது. ഒരു കോളാണേ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നു. അല്ല, അഞ്ജലിക്ക് വിഷമാവണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ, ഇല്ല സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നോ? ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ, നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ.
ആന്റപ്പാ, ആ. ആന്റപ്പാ, എന്താ അണ്ണാ ഇന്നലെ ആന്റപ്പാ. അടിച്ചില്ലേ അടിച്ചാണല്ലോ നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന് കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോവാണ്ട് അവിടെ ടാങ്ക് തന്നെ കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8ന്റെ പണി അന്ന് തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്ത് മൊട്ട ഇതിൽ വിളിക്കുന്നു. സൂര്യ സൂര്യ നമസ്കാരം. കാണുമ്പോ വെള്ളത്തിന് എന്താ ചുടുമോട്ടർ ആമാ. സോളാറ് തട്ടിയാ പിന്നെ കുളൂർ കേട്ടോ. പൂക്കാലം വന്നു പൂക്കാലം കൊച്ചു പാത്തിട്ടാ. ഏറ്റവും പിടിച്ചപ്പോ അഞ്ജലി അഞ്ജലി കൊച്ചു. സന്ദേഹം വന്നിരിച്ചു. അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരിമരിച്ചാ എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെർ ഇസ് അഞ്ജലി? മടിയിട്ടാണ്. ഞാൻ താമസിക്കുന്നത് വൈറ്റിലെ ഒരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടു. കുളിക്കുന്നതോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. ഞാൻ കുളിക്കാറില്ല. പിടിച്ച് സമ്മതിച്ചേക്ക്. Oh, today. Oh, today. കണ്ടു? കാണണല്ലോ. കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് an ice bucket challenge. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചാലഞ്ച്. ഓ, ഐസ് ബക്കറ്റ് ചാലഞ്ച്. വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. വെൽ, വെർ ഇസ് അഞ്ജലി? അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്ക് എന്തിനാ? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. തീരുമാനം മാറ്റി. ഇപ്പൊ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഏയ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. See, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? ഏയ്, അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഐഡിയ വന്നിരിച്ചു. ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആന്റപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ലല്ല, ഐ മീൻ അവൻ അനാഥന. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ഒന്നുമില്ലാത്തവനാണ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവന് ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ മുകളിലെ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്, അഭിമാനിയാണ് അവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. പിന്നെ അവൻ ഒരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി എന്നെ യോസന പറഞ്ഞ പറ. പരീക്ഷിക്കാനായിട്ട് കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കൂ. റംസാൻ മോഹമ്മദ് ഓ, അത് പേര് വർമ്മ ഡിസൈൻസ്. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ ആ, നടക്കുന്നത്? Yes. Believe me, Anjali, upon God. നിങ്ങൾ പുറകെ നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി, see, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചു. ഇനി എന്റെ പിന്നാലെ വരരുത്. കുഴപ്പമില്ലണ്ണ. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ വൃത്തിയുടെയൊക്കെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുള്ള അഞ്ജലി ചേച്ചി പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്നു. കൂട്ടുകാരിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ജീവിതം പഴക്കാൻ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ പുസ്തകം നോക്കാൻ പറ്റിയ സമയമുള്ള. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളെ ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പിലെന്നല്ല ആ പഞ്ചായത്തിൽ പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളാണ്. ആർക്കടികൊള്ളാതിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്ക് വേണ്ടിട്ട് അണ്ണൻ പാതിരാത്രി സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെ പോ.
ഇനി ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് ഇതിപ്പോ തന്നെ വിട്ടോ. பெங்களூருக்கு போறாரோ? ஆமா பெங்களூர் போறோம் டொமஸ்டிக் ஃப்ளைட். അഞ്ജലി മാഡം ഒന്ന് വേഗമാക്കോ. ഒരു മിനിറ്റ്. ഹേ സൂസൻ, മിസ്റ്റർ ആനന്ദ് വർമ്മയ്ക്ക് ബിസിനസ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രീക്വന്റ് ഫ്ലൈ കാർഡ് ഉണ്ടായിരുന്നില്ല. സോ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ஆஹா. ஓ എക്സ്ക്യൂസ് മീ, യെസ് ഈ ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞത് വർമ്മ ഡിസൈൻസിന്റെ? യെസ് സർ വിവിഐപി ലോഞ്ചിലുണ്ട്. ஓகே. இப்போ ரெண்டு பிளான் பண்ணிட்டாரு. இவருக்கு நேரம் நல்லா இருக்கு. ഓക്കെ. സോറി സർ, മിസ്റ്റേക്ക് ആയിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സർ, സാറിന്റെ ഫസ്റ്റ് കസിൻ ഒരു മിസ്റ്റർ നരേന്ദ്ര വർമ്മ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ സർ. நரேந்திர வர்மா. இவர்தான் வருவாராட்டு. விருது வருவார். வேற யாரு? ஏய் லால் லுக்கு பயங்கரமா இருக்கு. ആ ദേ വർമ്മേട്ട ഒന്നും വിടാൻ പറയും. வர்மேட்டா. ആ താങ്ക് യു. ഹലോ. ചാടി എഴുന്നേക്കരുത്, ഞാൻ ചാവരല്ല. ഇരിക്കെ വർമ്മേട്ടനെ മനസ്സിലായില്ലേ? ആ നിലമ്പൂർ കോവിലത്തോള. ആ ഇരിക്കെ എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ട എന്നെ പറഞ്ഞാലോ? எவ்வளவு போய் பேசுறாரு. ഞാനാണ് വർമ്മേട്ട, മനസ്സിലായില്ല? വർമ്മേട്ട അവിടെ ഇരിക്കേ, കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം, അത് ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മേച്ചിയുടെ വകയുള്ള അനിയത്തില്ലേ ശാരദോപ്പള എന്നെ ചെറുപ്പത്തിൽ എടുത്തെന്ന് പറഞ്ഞ എന്റെ തലപ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. எடுத்து வளர்த்து தல்மின்னா இருக்காமா. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എനിക്കതിന് നിങ്ങളെ ശരിക്കറിയ പോലുമില്ല. ശ്ശോ, എന്റെ വർമ്മേട്ടാ, ആളെ അറിയാൻ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റി ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കേട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കേട്ടാ. ഞാനത് വല്ലാത്ത, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എന്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങള് തമ്മില് വിവാഹമോചനത്തിന്റെ ஒய்ஃபா? வைஃப்னு போய் சொல்றாரு. ചെയ്താ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കും. എന്തിന്? ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടനെ സ്വന്തം വാക്കിന്റെ വില. ഫാനാണ് എന്റെ ഭാര്യ. പൂജാമുറിയിലെ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തിലെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ട மிமிக்ரி பண்ற. താനാണ് കൊള്ളാലോ. ഓവർ സ്മാർട്ട് ആവുന്നതല്ല. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ട. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? താനത് എന്തൊക്കെയാണ്? புகழ்றாரு. ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്. ആ പിന്നെ ഞാൻ വിശ്വസിച്ചു அவரே சொல்லிக்கிறாரு. നരൻ. അല്ലെങ്കിൽ വേണ്ട, വാ കട്ട് ചെയ്താൽ മതി. നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ? വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ആ ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്. ഓക്കെ അല്ലേ മോനെ ദിനേശ? മിസ്റ്റർ നരൻ, ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ. ഈ എല്ലാരോടും ഷാറാക്കിക്കണേ. ഒന്ന് പറഞ്ഞേ, നരൻ. അതെ, ബടി அவங்களுக்கே எது சொல்றாரு? எல்லாத்துக்குமே நரன்னு தெரியும். എന്നോട് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യ്. கான்ஃபிடென்ட்டா போய் சொல்ல போறாரு. അഞ്ജലി, ഒരാളെന്തെങ്കിലും പറയാൻ വരുമ്പോ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ പോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ്. അഞ്ജലി, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നു കേൾക്ക്. എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. ഇതെന്റെ ഭാര്യയാണ്. ഇവിടെ അച്ഛൻ എനിക്ക് 50 ലക്ഷം രൂപ ഇൻസർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കാ പോവാലെ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു വിട്ടിട്ട് അതൊക്കെ സത്യം ഒന്ന് കരുതരുത്. ചിലപ്പോ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലായി. പുതിയ എന്തെങ്കിലും പറയാനുള്ളത്. എന്റെ അമ്മേ, തടിപ്പിശാശ് എവിടെ പോയി കിടക്കുക? വല്ല ഊട് വഴി ഫ്ലൈറ്റ് പിടിച്ചു പോയാ? These words are coming out of a prejudice mind. ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും അഞ്ജലിക്ക് അത് ചെമ്പരത്തി പോയിട്ട് തോന്നും. എന്റെ നിലയോ വിലയോ അക്കാഡമിക് എക്സലൻസ് അഞ്ജലിയുടെ മുമ്പിൽ എടുത്തു കാട്ടി ഞാൻ ആളാവാൻ വന്നിട്ടില്ല. 100 കണക്കിന് മൾട്ടിനാഷണൽ കമ്പനികൾ സേവനം കാത്ത് ക്യൂ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ. അവരുടെ ഓഫറുകൾ നിരസിച്ച് ഞാൻ ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അഞ്ജലി ജോലി ചെയ്യുന്ന നഗരമാണിത്. പണവും പദവിയൊന്നും എനിക്ക് പ്രധാനം. സോറി സാർ, വെടിവെച്ചിടരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സി അഞ്ജലി, ഒരു പക്ഷേ അഞ്ജലി എന്നെ വില വെച്ചേനെ. But I prefer to be humble and simple for you. You know, look in the career. For us Campbell, I am an example. Abraham look ഉണ്ടായിരുന്നോ? See, കാണുന്നതിന് അപ്പുറമാണ് കുട്ടി കാര്യങ്ങൾ. നരൻ. Yes. How are you? ஓ, அவர் வந்து நல்லா பேசுறாரு. വീണ്ടും നിങ്ങളോ?
See, Varma, now I'm talking with the most important person in my life. Please don't disturb me again. Please leave me alone, man. What is it? Yes, I know him. Anand Varma. Varma Designs. Fashion tycoon. So what? മനുഷ്യന് മനസ്സമാധാനം തരട്ടെ. കാലില് വിളുന്നാ എല്ലാവരുടെ മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഈ അഞ്ജലിയാണ്. അതിനേക്കാൾ ഓവർ ആക്ട് പണി അംബാനി ആയാലും ശരി. I'm sorry. It's okay. Leave it. Go, man. Sorry. Excuse me. Okay. No problem. Please leave us. Please. Okay, sorry പറഞ്ഞു വരാം സമയം. അഞ്ജലി ഞാൻ പറഞ്ഞു വിശ്വസിക്കാതിരിക്കാം. ബാംഗ്ലൂർക്ക് പോവാം. That's up to you. അത് തടയാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അഞ്ജലി പോയി കഴിഞ്ഞാൽ സത്യം അറിയാതെയാണല്ലോ അഞ്ജലി പോകുന്നതെന്നുള്ളൊരു സങ്കടം എന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പൊ എനിക്ക് സമാധാനമായി. ഇനി ഒരിക്കലും അഞ്ജലിയുടെ ലൈഫിലേക്ക് ഞാനൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ഗുഡ് ബൈ. ബൈ. ദൈവമേ, ആ വർമ്മത്തിന്റെ പഞ്ഞിക്കിടുവാവോ? സാമി പോവല്ലേ. பாட்டு நல்லா இருக்கு. பாலச்சந்தர் படத்துல ஒண்ணு பிரபு நடிப்பு. ஆமா, இவர் தெரிஞ்சுக்கிட்டே இருப்பாரு தப்பு நடக்குதுன்னு. டிக்கெடி கிழிச்சிட்டாரு. What happened, sir? Nothing. He's too smart. 24 മണിക്കൂറിൽ അവനെ പൊക്കി എന്റെ മുന്നിലെത്തിക്കണം. With full details. Sir. எனக்கு சிரிக்கிறாரு. அச்சீவ்மெண்ட் தான் கிளைமேக்ஸ் தான் இருக்கு. எங்க இருக்காப்ல? பீச்சா? பீச். எங்க கரே? ഞാനങ്ങനെ ബീച്ചിലെത്തി. ഇതാരാ വീടി മച്ചായിരിക്കും സീർട്ട് വലിക്കുന്നത്? കൂനന്തുരുത്തിൽ പാറപ്പറമ്പിൽ നാരായണൻ മകൻ നരേന്ദ്രൻ, കൃഷ്ണൻകുട്ടി, ശിവകുമാർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത 1000. പണ്ട് കൂനന്തുരത്തിൽ നിന്നും മുങ്ങിയ പയ്യൻ പൊങ്ങിയത് MP-യിൽ, മധ്യപ്രദേശ്. അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് കൊൽക്കത്ത. ചെയ്തത് തോട്ടക്കാരൻ മുതൽ മിനിസ്റ്ററുടെ PA വരെ നീളുന്ന 18ഓളം ജോലി. നാക്കിൽ വിളയുന്ന ഇപ്പോൾ ഇവിടെ. ഇതല്ലേ നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി? എന്റെ ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ അല്ലേ? അത് പറയാ. ചിലപ്പോ ഞാനതൊന്ന് തിരുത്തി. പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ സാറായിരുന്നല്ലേ അത്? ഏത് പുലി? കാട്ടിലെ രാജാവ് സിംഹമല്ലേ സത്യനാരായണ? പുലി വെറും പ്രജ. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാ? പെരുന്നുണകളുടെ മഹാ, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. മാറ്റിക്കോളാം. മാറ്റണ്ട. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് സംഗതിയൊക്കെ സൂചിച്ചു. സാറിന് എന്നെ കൊണ്ടെന്ത് ആവശ്യമുണ്ടല്ലേ? ഊഹിച്ചല്ലേ? വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ചോര നീരാക്കി കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യമുണ്ട്, വർമ്മ ഡിസൈൻസ്. കോടികൾ ടേൺ ഓവറുള്ള ഫാഷൻ ബിസിനസ് ഇപ്പോ എന്റെ ഭാര്യ ദേവിക വർമ്മയുടെ. അതിലൊന്നും വലിയ കാര്യമില്ല. സത്യത്തിൽ ഈ പെമ്പ്രനോത്തിമാരുടെ കൺട്രോളില. മുകേഷൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. മുകേഷോ? സാർ നിൽക്ക്, ഞാൻ ഇരുന്നോളാം. അല്ല, സാർ ഇരിക്കും, ഞാൻ നിന്നോളാം. ബാക്കി പറഞ്ഞോളൂ. ഇത് നീ ഉദ്ദേശിക്കുന്ന കൺട്രോളിംഗ് അല്ല. ഞാനും എന്റെ ഭാര്യയും ഇപ്പോൾ ഡിവോഴ്സിന്റെ വഴി. അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അവകാശം കോടതി അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്നുമില്ലാത്തവനായി. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് വേണ്ടി ദുബായിക്ക് പോകണം. ഇപ്പോ ദേവികയുടെ നിയന്ത്രണത്തിലുള്ള വർമ്മ ഡിസൈൻ എങ്ങനെ കയറി പറ്റണം. എന്നിട്ട് തട്ടുതരികയുടെ നമ്പറൊക്കെ ഇട്ട് സാറിന്റെ വൈഫിന്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അത് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് കമ്പനി കുളം തോണ്ടി ബെടക്കാക്കി തനിക്കാക്കണം. അതായത് സാറിന്റെ കസ്റ്റഡിയിലാക്കി തരണം. അതല്ലേ സാറിന് വേണ്ടത്? അല്ലേ?
അപ്പോ സത്യനി ജോലി ഏറ്റെടുക്കുകയല്ലേ? അപ്പോ സത്യന് ജോലി ഏറ്റെടുക്കുന്നില്ല. നുണയ്ക്ക് മുകളിൽ നുണ പറഞ്ഞോളെ ലൈഫ് മടുത്തു സാറേ. 24 മണിക്കൂറും വയറിളക്കമുള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്നുണ്ടാക്കാനാണ് ഇത്തിരി കാഷ്ടം തരുമെന്ന് ചോദിച്ചാൽ കുരങ്ങൻ ജാടയിട്ട് പറയും, ഞാൻ തൂറ്റൊക്കെ നിർത്തി മാന്യനായ. സാറാ ആന്റപ്പന്റെ ആരെങ്കിലും ആണോ? ആരാത്? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് രസിപ്പിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇനി ഒരു നാടൻ കളിക്ക് ഞാനില്ല സാറേ, അത് ശരിയാവില്ല. അപ്പോ ശരിയായ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും നിന്റെ കാമുകി പെണ്ണിനോട്. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം. മിണ്ടി അപ്പൊ ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട്. ഒന്നും വെറുതെ വേണ്ട സത്യം, എല്ലാറ്റിനും അതിന്റെ വിലയുണ്ട്. നീ പറയുന്ന നുണകൾക്കും. ഒരു സൈഡില് ഭീഷണി, മറ്റേ സൈഡില് പ്രലോഭനം. ചാടിക്കേറി ഇതിലങ്ങനെ ഒരു യെസ് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണം. സമയം തരാം, പക്ഷെ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട്. അണ്ണ ദുബായ് എவ்வளவு amount ചെലവില്ലേ? ജീവിതകാലം മൊത്തം അടിച്ചുടികളെ കാശ് തിരിച്ചിങ്ങോട്ട് പോരാ. അഞ്ജലിയെ വിട്ടു പോവാൻ മനസ്സ് വരുന്നില്ലടാ. പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല. ആ താടിത്തണ്ടി എല്ലാം അഞ്ജലിനെ വിളിച്ചു. അവളുടെ കാര്യത്തില് ഇനി റിസ്ക് എടുക്കാൻ പറ്റും. അല്ലണ്ണ അതിനു മുമ്പ് അണ്ണൻ അഞ്ജലി ചേച്ചി എല്ലാം കൂടെ തുറന്നു പറഞ്ഞാ പോരെ? പറയണം, എല്ലാം പറയണം. പക്ഷെ ഇപ്പോഴല്ല. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. പൊതുവാൾ മാഷ് എതിർത്താലും അവളെ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരണം. നരൻ, ഞാൻ വീണ്ടും പറയാ, ഒരു കാരണവശാലും അദ്ദേഹത്തോട് നോ പറയരുത്. ഓ ഡൽഹി ദുബായ് പോരട്ടെ. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്നലെ തന്നെ വളരെ ഹാർഷായിട്ടാണ് നരൻ അദ്ദേഹത്തോട് പെരുമാറിയത്. എന്റെ ഇമോഷൻ ഓക്കെ, ശരിയാണ് ശരിയാണ്. ഞാൻ ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത്. അത് അഞ്ജലിക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയത് ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി ജോയിൻ ചെയ്യണം? ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തീരുമാനത്തിൽ നിന്ന് മാറുന്നത്. അത് അഞ്ജലി പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവാണ്. எப்படியா எதுனால அவருக்கு ஏத்த மாதிரி போய் சொல்லிக்கிறாரு. ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരുടെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. സോറി, ആരെ വിശ്വസിക്കാൻ പറ്റില്ല. തെറിയൊന്നല്ല സാർ. എനിക്ക് നിന്നെ കുറച്ച് പ്രതീക്ഷയെ லக்கு எப்படி அடிக்குது பாரு. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയേനെ. എന്താ? ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു. അപ്പൊ ദുബായില് നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. அடிச்சு போய்க்க போறாங்களா துபாயில? இதான் இன்ட்ரோடக்ஷன்ல காட்டுறாங்க. அவங்க ஒய்ஃப் தானே அது? இவரோட ஒய்ஃப் தான் அங்க இருக்க மாட்டிருக்கு. அந்த ஒய்ஃபோட கிட்ட தான் வந்து இப்ப கம்பெனி இருக்கு. அதை வந்து பர்ஃபார்ம் பண்ண விடாம பண்ணி இவர் கொண்டு போய் கொடுக்கணும். ഗുഡ് മോർണിംഗ് മാഡം. സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ഓ ഫ്രണ്ട് സൂപ്പറാ ഇருக்கு. അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി ധീര വരുന്നു. അണ്ണാ ഇനി അത് കൂടെ നമുക്കടിച്ചു പറ്റാലേ? സോറി അണ്ണാ, ഞാൻ അണ്ണന്റെ പോലെ അല്ലടാ. നമ്മുടെ കള്ള നിൽക്കൂലേ? ഹർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങക്ക് മലയാളം അറിയാമോ? എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ. പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. എന്താ അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. இவனுங்க ஏதோ லாங்குவேஜ் பேசுறாங்க. അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. അറബിയില്ല എന്ത് സംസ്കൃതം അറിയില്ല? ഇല്ല. പൂർമ്മ മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? எல்லா லாங்குவேஜ் பேசுறாரு. ബാക്ക് നോക്കുമ്പോ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല് ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നുമല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. സ്നേഹത്തില് സംസാരിക്കുന്നു. Now get lost. Yes. ഗുഡ് മോർണിംഗ് മാഡം. What's the matter? ഐ എം സത്യനാരായൺ. 1 second. Zip got jammed. 1 minute, if you don't mind. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. Oh God, bandit is a bypass. Excuse me. Appointment letter. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that? This is an appointment letter duly signed by Mr. Anand Varma. ഈ കമ്പനി മാനന്തവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല.
ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ACS, LLM, LLB, MP ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇത്ര യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ പഠിച്ചു മിഷിഗൻ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. I am not responsible for what Anand Verma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ച് ഇയാളെ. അയ്യോ ഏയ്, പേടിച്ചിട്ടൊന്നല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ. ലുക്ക് അറ്റ് ദിസ്. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിന്റെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവര് തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കൊന്നൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയോൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോയ്ക്ക് പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണി വെക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും ഇതിന്റെ यार चुप कर सुट അവങ്ങതാ See a shadow in this office. I will kick the shit out of you, rascal. நம்மட்ட போய் ஒரு கால സോറി ട്ടോ പെങ്ങളെ. ആയിരുന്നു കിടന്നോളൂ, ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയ കാലുകൾ இதுக்கு நம்ம சுட்டுக்கிட்டே இருக்கு. அவ்வளவு கோவம் அந்த இது வேற നമ്പർ മിസ്സിസ് ദേവിക വർമ്മ. Don't call me Devika Verma. Call me Devika. സോറി ദേവിക, ഞാൻ വന്നത് അയാൾ ലീഗലി മൂവ് ചെയ്താൽ നമ്മൾ കുരുക്കിലാവും. എന്ത് കുരുക്കും? ഒരു കുരുക്കൂല, പോയി ചാവട്ടെ മാഡം. മാഡം, അയാളെ അപ്പോയിന്റ് ചെയ്തത് വർമ്മ സാറാണ്. ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നാൽ തീർച്ചയായും വർമ്മ സാറോ അയാളോടൊപ്പം നിൽക്കും. എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു തന്നെ കമ്പനിയിലെ കാലാകാലം തീറ്റി പോറ്റണമെന്നാണോ പ്രസാദ് പറയുന്നത്? അയ്യാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കുമാർ, ഒരിക്കലും ഇല്ല മാഡം. ഓഫർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നാലേ പ്രശ്നം ഉണ്ടാവും. ജോലി കൊടുത്തിട്ട് പറഞ്ഞുകൂടാൻ നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. അത് കറക്റ്റാ. ഇടുത്താ പൊങ്ങാത്ത ജോലി കൊടുത്ത് നാട്ടിച്ചാൽ മതി. சும்மா வேலையை விட்டு வச்சுங்க, வேலை தராதீங்க எனக்கு. They say black and white. Magic is gonna change the color of your life. Blue. Yellow. അണ്ണികൾ കൊള്ളാട്ടാ. ടകടകെന്നോണ്ടല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത്. ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ? എന്തിന്? അല്ല, ഒരു ഷഡ്ഡി പഠിച്ചതല്ലേ എല്ലാ ദിവസം പോലെ അവരെ ஊருக்கு போயிட்டு வரலான்ட்டு. അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഷഡ്ഡി തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. मेरा തൊലി വെളുക്കൽ के लिए कोई मैजिक है मालूम? വെറുതെ തൊലി വെളുക്കൽ. അല്ല, നിങ്ങൾ മലയാളിയാണോ? ബയോടെ ബിവറേജ് എവിടെ ഉള്ളത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കറേട്ടാ ഇതൊന്നും അണ്ണൻ തുടുപ്പ് ചെയ്യണ്ടേ? എന്തുട്ട് കാണിക്കണേ? അതാ കൂടുതൽ വെച്ച് അണ്ണൻ നമ്മ ദുബായ് തന്നെ വല്ല തൃശ്ശൂർ റൗണ്ടിലാ വെള്ളപ്പണ്ടാട്ടാണ് തോന്നുന്നു. നേരെ സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ, ജോയിൻ. நின்னு சொல்றதுக்கா ஓடட்டு சொல்றதுக்கா? യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. ഐ. അല്ല പുഷ്പു, പുഷ്പു. എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവര് ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഇൻചാർജ് ചെയ്യും. ആ. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് അയ്യോ. സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടി. ആ, പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് അടക്കം റേഷൻ അടയ്ക്കാമടേ കൃഷ്ണ, അടയ്ക്കാമടേ. ആരുടെ കട? എന്തടക്കണ? Accommodation. അത് ഈ ശാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവല്ലേ? അല്ലണ്ണ, ഈ വെടിവെച്ച് മാഡം എന്തിനാണ് നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് ജോലിയും വീടും കള്ളും പിന്നെ ഈ ജോസ് പ്രാഷിന്റെ കോട്ടൊക്കെ തന്നേക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. എന്റെ അടുത്ത് കളിച്ച വിവരം അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ആ സൈസ് പെർഫോമൻസിലടാ ഞാൻ വെച്ച് കീച്ചത്. അണ്ണന് സോഡയെ വെള്ളൂ. വേണ്ട വേണ്ട, ഇന്ന് വെള്ളമടിയില്ല. നാളെ രാവിലെ ഐശ്വര്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതാ. മാത്രല്ല, ഇന്ന് ബോധത്തോടെ എന്റെ അഞ്ജലിക്കുട്ടിയുമായിട്ട് കുറച്ചു നേരം എനിക്ക് സല്ലപിക്കണം. ഹലോ, ഹായ് അഞ്ജലി. என்னாச்சு, கட்டில் உடைஞ்சிருச்சா? കാലത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഐഡിയ തോന്നുന്നു. കട്ടിലെ തന്നെ വെച്ചോണ്ടാ. என்னது? ஓ, On behalf of all staff members, I welcome Mr. Satyanarayan into our family. சத்யநாராயண். And
I'm also taking privilege of this occasion to entrust Mr. Satyan some crucial responsibilities of Verma Design. നമ്മുടെ 1-2 പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിനോ മെഷീനറിക്കോ മാൻ പവറിനോ വേണ്ടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നടത്താൻ നമുക്ക് കമ്മോഡിറ്റികളുടെ പ്രൈസ് ഹൈക്കിന്റെ കാര്യം അൺതിങ്കബിൾ ആണ്. ബട്ട് there should be 20% increase in our total turnover graph. എவ்வளவு பெரிய வேலை. വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ അഡ്വർടൈസ്മെന്റോ കൂട്ടാതെ എങ്ങനെയാണ് മാഡം പ്രോഫിറ്റ് മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? മാഡം, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സോ ഐ ടേക്ക് ദിസ് ഹോൾ റെസ്പോൺസിബിലിറ്റി വിത്ത് പ്ലഷർ ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ. I like your confidence. താങ്ക് യു. And that's all for the time. Thank you. ഇതെന്താണത്? ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ. കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മല കയറുന്ന പോലെ ഇഴഞ്ഞിങ്ങനെ പോകുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ കൊണ്ട്. അത് ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടുന്ന് ദിങ്ങനാട് വരച്ചാ പോരെ? എടാ, ഇത് ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക് അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്ന് കയറും. ഉടായ്പിന്റെ വഴികൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ എന്നുവെച്ചാ ശേഷം സ്ക്രീനിൽ அதிர்ஷ்டம் எப்படி அடிக்குது பாரு. டேய்ப்பா, இங்க போயிடுச்சு ப்ராஃபிட் லைன் 50% தாண்டிடுச்சு. எட்டி தொட்டுச்சு. This feat can be only described as unbelievable. And the whole credit goes to Mr. Satyanarayanan. ഓ, അങ്ങിരുന്ന് ഇങ്ങ വന്നിട്ടാரு. എക്സ്പ്ലെയിൻ ചെയ്താൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിന്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിലും റാം ഷോസിലും ഒക്കെ നമ്മുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന കണ്ടസ്റ്റൻസ് തുടർച്ചയായി വിജയിച്ചിരുന്നു. വളരെ ചെറിയ ചെലവിൽ കിട്ടിയ വമ്പൻ പരസ്യങ്ങളും ഗുഡ്വിൽ അത് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ, ലീവ് ഇറ്റ്. ഞാനിപ്പോ ചെയ്ത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ലേബേഴ്സ് അറിയാതെ അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് ഓരോ മിനിറ്റ് വീതം ഞാൻ വ്യത്യാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കമ്പനി. എക്സ്ക്യൂസ് മീ യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് നേരത്തെയും ഉച്ചയ്ക്കും വൈകിട്ടും ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് താമസിച്ചടിച്ചപ്പോ ഡെയിലി വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 2000 into 4 minutes per day 8000 minutes. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസം. 30 into 8000 minutes ഒരു മാസം 2,40,000 minutes. 3 മാസം ആവുമ്പോ അത് 12,000 മണിക്കൂറുകൾ, 12,000 hours. ഒരു ദിവസം സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 5.5 വർക്ക്. അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ മിസ്റ്റർ സദാം ഹുസൈൻ. ഓ മൈ ഗോഡ്, യു ആർ സ്റ്റിൽ അലൈവ്. ഐ ആം ജസ്റ്റ് Okay. ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. I'll tell you, madam. പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ കൂട്ടാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാഡത്തിന്റെ അനുവാദം കൂടാതെ ഒന്ന് ഞാൻ കൂട്ടി. വേറൊന്നുമല്ല, ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്റർ നിന്നും ട്യൂബോളിന്റെ ഡയമീറ്റർ 12.5 മില്ലിമീറ്റർ. ഒറ്റ ഞെക്കിൽ ട്യൂബിൽ നിന്ന് ചാടി വരുന്ന ക്രീമിന്റെ അളവ് കൂടി. 3 മാസം കൊണ്ട് ഒരാള് ഒരു ട്യൂബ് ഉപയോഗിച്ചിരുന്നത് 2 മാസം കൊണ്ട് തീർത്ത് പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസ് ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദറംസ്. ഒരു തുളയ്ക്ക് 2.5 മില്യൺ ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? മിസ്റ്റർ കുമാർ, അല്ല മാഡം, അങ്ങനെയാണ് തുളയോടെ ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ പോലീസുകാരാവണ്ടേ? ഇത് മാനിപ്പുലേഷൻ ആണ്. സൈലൻസ്. വലിയ ടേൺ ഓവറുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് മാനിപ്പുലേഷൻ നടത്താത്തതെന്ന് പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവരായർ മൃച്ഛകടിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അയ്യേ, അത് ഗീതയെ പറഞ്ഞല്ലേ? ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം
സത്യസാബി ജഗുർമുഖം സാൻസ്ക്രിറ്റില് சொல்றாரு. ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്ത മർദ്ദനം. അങ്ങനെയല്ലേ? ഓരോ വിശ്രം പൊട്ടുവേൻ. മേഡം വർമ്മ ഡിസൈൻസിന്റെ അന്തസ്സുണ്ട്. ഇയാൾ എപ്പ തന്നെ പറഞ്ഞയക്കണം. Within a span of 3 months, he generated a profit of 16 million dirhams. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ് തന്നെ അവിടെ പറഞ്ഞു വിടേണ്ടത്. മറുകൂടായോ? കുമാറിന്റെ ചാർജിലുള്ള കാര്യങ്ങൾ കൂടി ഇനി സത്യം ഏറ്റെടുത്ത് നടത്തണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. അതിനുള്ള തോന്നുന്നുണ്ടോ? എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. 2 ദിവസം ലീവ് വന്ന മണി പോലെ പഠിച്ചിട്ട് പറഞ്ഞുതരാം. കുമാർ, സോറി മേഡം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ സത്യൻ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. ഓ അഞ്ജലി, അതിൽ മത്സരിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി. അതിന്റെ ആവശ്യമില്ല, അതെന്റെ ഈ റെസ്പോൺസിബിലിറ്റി. പൊണ്ണിருக்கா? ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഷുവർ. A small token of appreciation. BMW. എനിക്ക് BMB. ഫിഫ്ത്ത് വൺ. താങ്ക് യു. ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് പോലും ആരും പോയി തന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്നാ പിന്നെ മൂലക്കെന്ന് ഞാൻ കുളം തോണ്ടി തുടങ്ങിക്കോട്ടെ സാർ. അതല്ല നിന്റെ ജോലി. അപ്പൊ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല, മഴയത്ത് കൂണുകൾ ഇറക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വർമ്മ ഡിസൈൻസ്. അതിലൊരു കുമ്മായപ്പാളി ഇളകാൻ പോലും ഞാൻ സമ്മതിക്കും. മനസ്സിലായില്ല. എന്ത് വില കൊടുത്തു ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനം പിന്തിരിപ്പിക്കണം. അതാണ് നിന്റെ ജോലി. എന്റെ പൊന്ന് സാറേ, സംഭവം ശരി തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചോണ്ട് പോകും തോന്നുമ്പോ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെയും തലയിൽ വെക്കണോ? അത് വെറും കുരിശല്ലട്ടാ, കോൺക്രീറ്റ് കുരിശാ. ഭർത്താവ് ഉദ്യോഗത്തിന് പിന്നെ പോയാലും പണ്ട് കർത്താവിന് പണി കിട്ടിയ പോലെയായി പോവും. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. ആ പിശാചിനെ പറഞ്ഞ இவர் என்ன பண்ணான்னு கண்டுபிடிக்கணும். எதுக்கு அந்த மாதிரி எடுத்தடிச்சது? സത്യനെ കുറ്റം പറയാൻ പറ്റില്ല. ദേവികയുടെ പെരുമാറ്റം സ്വഭാവം കാണുന്ന പലർക്കും അവൾ എക്സെൻട്രിക് ആണെന്ന് തോന്നുന്നു. എന്നോട് അവൾക്ക് മുൻപുണ്ടായിരുന്ന തീവ്രമായ സ്നേഹമാണ് ഇപ്പോ ആ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. സോറി സാർ, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോ. ആക്ച്വലി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഇന്റർനാഷണൽ സക്സസ് ഓ ഇത് പൊണ്ണില്ല போல. இந்த மாவே அடிக்கிறீங்க, தப்புன்னு அடிப்பா. அதெல்லாம் செத்து விட மாட்டேன். ஐயோ இவ்வளோ அடிச்சிட்டு ന്യായീകരിക്കാൻ ശ്രമിക്കാറില്ലേ? മദ്യത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ ലഹരിയില് അതങ്ങനെ സംഭവിച്ചു പോയി. സാറൊന്ന് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന കാര്യമില്ലുള്ളൂ. അതിന് സാറൊന്ന് ശ്രമിച്ചൂടെ? ശ്രമിച്ചു. അതാണ് ദേവിക, എനിക്ക് സംസാരിക്കണം. Stop the car. ദേവിക പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇவ்வளவு സൈക്കോവാ இருக்கு. അതിനുശേഷം അവളുടെ മുന്നിൽ പോകാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അല്ല സാറേ, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്ലിൽ കൊത്തിവെച്ച പോലെ ആ കറ അവളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അത് നീ കഴുകിക്കളയണം. നേർക്ക് നേരെ കണ്ട കാര്യം മാഡത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചളയാൻ പറ്റൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി തീർക്കാനും പറ്റും. അതെന്റെ കോൺഫിഡൻസാ. அவன் பண்ணது அவனு இந்த மாதிரி தானே மாற்றப்பட போய் சொல்றான். ആവശ്യപ്പെട്ടാൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. കാരണം അതിനേക്കാൾ വിലപ്പെട്ടതാണ് എനിക്ക് എന്റെ ദേവിക. സാറേ, ഗജ ഫ്രോഡ് പരിപാടികൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. മല പോലെ വന്നതിനൊക്കെ മഞ്ഞോല ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിന് നേരമുള്ളവരെ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല സാറേ. പിന്നെ ഒരു വഴിയുള്ളത്, ആ
അവര് പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് തരിക എന്നുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? സാറില്ലാതെയും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് മാഡത്തിന്. ആ വിശ്വാസത്തിന്റെ നെറുകും തലയിലാണ് നമ്മൾ ആദ്യം കൊട്ടുകൊടുക്കുന്നത്. വരാനിരിക്കുന്ന മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റിലെ സാറിന്റെ കാൻഡിഡേറ്റ് നിർബന്ധമായിട്ട് മത്സരിക്കണം, മാഡത്തിനെതിരായിട്ട്. നോ, നെവർ. ദേവികയായിട്ടുള്ള ഒരു മത്സരത്തിന് ഞാനില്ല. അവളെ തോപ്പിച്ച് കിട്ടുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം. എന്നെ എന്റെ വഴിക്ക് വിട്ടാലേ സാറ് പറയുന്ന പോലെ സാറിന്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റൂ. കൈവിട്ടുപോയ മാഡത്തിനെ തിരിച്ചു പിടിക്കാനുള്ള അവസാന വഴിയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു അവിടെ നിന്ന് തന്നെ നമ്മളെ തിരിച്ചു പിടിക്കണം. ഓക്കെ, നീ പറയുന്ന പോലെ ചെയ്യാം. That's good. അഞ്ജലി കുട്ടർക്ക് പ്ലാൻ ഞാൻ എന്റെ ഡിമാൻഡ് പറയാം. സാറിന്റെ സ്വത്തോ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ സാർ അവതരിപ്പിക്കുന്ന കാൻഡിഡേറ്റ് ഞാൻ പറയുന്ന ആളായിരിക്കണം. എനിക്ക് ഓർമ്മയുണ്ട് കോൺഫിഡൻസിലായും. അതാണ് ഈ കുട്ടിയുടെ ഡ്രോബാക്ക്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു മത്സരത്തിൽ വിന്നറാക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യം ഞാൻ നടത്തി തരുമെന്ന് സാർ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞാനും സാറിനെ വിശ്വസിക്കുന്നു. സാർ എനിക്ക് ഉറപ്പൊന്നും തരണ്ട, ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ஓகே நம்ம வந்து பார்ட் 2 ஸ்டார்ட் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். டாடா.